നന്ദി ഡോക്ടറെ. 1400-ാം ദിവസത്തെ മലയാള പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് ഈശ്വര പ്രാർത്ഥനയാണ് ഒരു സ്വാധീന കൃതിയോടുകൂടി. കാരണം നമ്മുടെ വിശിഷ്ട അതിഥി എന്ന് പറയുന്നത് നമ്മുടെ കവടിയാർ കൊട്ടാരത്തിലെ പ്രിൻസസ് ഗൗരി പൂയൻ തിരുനാൾ ഗൗരി പാർവതി ഭായിയാണ്. അതുകൊണ്ട് തന്നെ അവരോടുള്ള ആദരവിന്റെ കൂടി ഭാഗമായിട്ട് ഒരു സ്വാധീന കൃതിയോടുകൂടി ഇന്നത്തെ പരിപാടി തുടങ്ങാം. ഡോക്ടർ വിനീത സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ വിനീത അൺമ്യൂട്ട് ചെയ്യോ? സർ കേൾക്കുന്നുണ്ടോ സർ? കേൾക്കാം കേൾക്കാം. ചലിയേ കുഞ്ചനമോ ചലിയേ കുഞ്ചനമോ ശ്യാമ അമമില ശ്യാം അമമില ശ്യാം देखो जमुना जमुना देखो जमुना रे बही सुंदर, देखो जमुना रे बही सुंदर, आते आते भरी जन्मो हम नील श्याम हरे जन्मो हम नील श्याम हरे. നന്ദി ഡോക്ടർ വിനീത. വളരെ നന്നായിട്ട് പാടി. നെറ്റ്വർക്ക് ചെറിയ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. നമുക്കറിയാം സ്വാതിരുന്നാൾ മഹാരാജാവ് എന്താണെന്നുള്ളത്. ഞാൻ പലപ്പോഴും പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെത്തുമ്പോൾ എന്റെ മനസ്സിൽ പത്മനാഭ സ്വാമി അല്ല വരുന്നത്. ഒരുപക്ഷെ സ്വാതിരുന്നാൾ കൃതികളായിരിക്കും. ഒരുപക്ഷെ ലെനിൻ രാജേന്ദ്രന്റെ സിനിമ കണ്ടതിന് സ്വാധീനമായിരിക്കാം. നമുക്ക് ചടങ്ങിലേക്ക് ഔപചാരികമായി സ്വാഗതം ചെയ്യാനായിട്ട് നമ്മുടെ IFPHന്റെ ജോയിന്റ് സെക്രട്ടറി ആയ ജിതി മാഡത്തെ ക്ഷണിക്കുന്നു. കേൾക്കാമല്ലോ അല്ലേ? ക്ലിയർ ആയി? ഓക്കെ, ഇന്ന് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. എന്താണ്? നമ്മള് 1400-ാമത്തെ ദിവസമാണ്. അതായത് 1400 ദിവസം നമ്മള് ഇതുവരെ ഒരു ദിവസം പോലും മുടക്കമില്ലാതെ നമ്മുടെ സൂം സെഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു വലിയ കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ ആരും ശരിക്കും ഇത്രയും നാളും അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് തന്നെ നമുക്കറിയില്ല. അപ്പം എല്ലാവർക്കും ഇതിന്റെ പിന്നില് ആദ്യം അവരെ പറയാതിരിക്കാൻ പറ്റും. ഇതിന്റെ പിന്നില് പ്രവർത്തിച്ച ആദ്യം മുതലുണ്ടായിരുന്ന എല്ലാവർക്കും വളരെ ഒരു നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഇന്ന് നമ്മളെ വളരെ ഭാഗ്യമുള്ള ദിവസമാണ് ഇന്ന്. അതേപോലെ തന്നെ ഇന്ന് ഡോക്ടേഴ്സ് ഡേ ആണ്. അതേപോലെ തന്നെ ഇന്ന് നമുക്കിവിടെ നമ്മുടെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്നത് ശ്രീമതി പൂയൻ തിരുനാൾ ഗൗരി പാർവതിഭായ് തമ്പുരാട്ടിയാണ്. മാഡത്തിനെ നമ്മളുടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 1400-ാമത് ഡേ സെലിബ്രേഷനിലേക്ക് IFPHന്റെ. അത് കഴിഞ്ഞിട്ട് ഓക്കെ മാം, അടുത്തത് നമ്മളുടെ ഈ എന്താണ് ഇന്റർനാഷണൽ ഫോറം ഫോർ പ്രൊമോട്ടിംഗ് ഹോമിയോപ്പതിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഇസ്മയിൽ സേഠ് സാറിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അത് കഴിഞ്ഞ് നമ്മളുടെ ജസ്റ്റിസ് ഹരിഹരൻ നായർ സാറ്, കേരള ഹൈക്കോടതി റിട്ടയർഡ് ജഡ്ജി, ചെയർപേഴ്സൺ KSCE PCFC സാറിന് ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ IFPHന്റെ സെക്രട്ടറിയുടെ ബെസ്റ്റ് ഫ്രണ്ടും അഡ്വക്കേറ്റ് JS അഖിൽ, KPCC അംഗം, മുൻ സിൻഡിക്കേറ്റ് അംഗം, കേരള സർവകലാശാല. അടുത്തത് നമ്മുടെ സ്വന്തം ഡോക്ടർ ഭാഗ്യലക്ഷ്മി മാമിന്റെ ഒരുപാട് ക്ലാസ്സുകൾ ഇവിടെ നടന്നിട്ടുണ്ട്. അപ്പൊ മാമിനെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു.
പിന്നെ നമ്മളിവിടെ അടുത്തതായി സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ ഡോക്ടർ ശൈല മാം. നന്ദി പ്രകാശിപ്പിക്കുന്നത് നമ്മുടെ ശൈല മാം ആണ്. പിന്നെ GS മനോജ് സാറാണ് മോഡറേറ്റ് ചെയ്യുന്ന ഇന്നത്തെ സെഷൻ. വേറൊരു കാര്യം പറയാനുള്ളത്, ഇതിലെ ഓരോ വ്യക്തികളെയും, ഇവിടെ ഇന്ന് വന്നിരിക്കുന്ന ഓരോ വ്യക്തികളെയും, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്ന ഓരോ ആൾക്കാർ, അതായത് പ്രസാദ, ഫൈസൽ ജി, ഫിറോസ്, ഷാലു, ഒരുപാട് ആൾക്കാരുണ്ട്. അവരെ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി ഈ പ്രോഗ്രാമിന്റെ മോഡറേറ്റ് ചെയ്യുന്നതിനായിട്ട് ഞാൻ മനോജ് ഡോക്ടർ. നന്ദി ശ്രീമതി ജിതി. അടുത്ത ഒരു ലഘു അധ്യക്ഷ പ്രസംഗം ഇസ്മായിൽ സേഠ് സാറിന്റെ അസാന്നിധ്യത്തില് നമ്മുടെ വൈസ് പ്രസിഡന്റ് ഷാജി കുര്യാടോ ക്ഷണിക്കുന്നു. താങ്ക് യു ഡോക്ടർ മനോജ്. ഇത് വളരെ അവിചാരിതമായിട്ട് സംഭവിച്ച ഒരു സംഗതിയാണ്. എനിവേ, ഞാൻ IUPHന്റെ ഈ മലയാളം 1400ാമത് സെഷൻ, ഈ IUPH മലയാളികളാൽ രൂപീകൃതമായിട്ട് ലോകത്ത് ഹോമിയോപ്പതിയുടെ പ്രചരണാർത്ഥം പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. മലയാളികളാൽ തുടങ്ങി മലയാളികൾ നേതൃത്വം കൊടുക്കുന്ന, ഇന്ന് ലോകത്ത് ഏറ്റവും ഹോമിയോപ്പതിയെ ഒരുമിച്ച് കൂട്ടുന്നതിന്, ലോകത്തുള്ള ഏറ്റവും ക്രീം ഓഫ് ദ ജെംസ് ആയിട്ടുള്ള ഹോമിയോപ്പതി ഡോക്ടേഴ്സിനെ ഒരുമിച്ച് ചേർത്ത് ഹോമിയോപ്പതിയുടെ മഹത്വങ്ങളെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തും, അതിൽ തളർന്നു കിടന്നിരുന്ന രാജ്യങ്ങളെയും തളർന്നു കിടന്നിരുന്ന ഡോക്ടർമാരെയും അതുപോലെ തന്നെ അവഗണിക്കപ്പെട്ടിരുന്ന ഫാർമസികളെല്ലാം ഇൻസ്പയർ ചെയ്ത് ഉത്തേജിപ്പിച്ച് അവരെ വീണ്ടും പുനരുദ്ധരിച്ച് മനുഷ്യർക്ക് സേവനം ചെയ്യുന്നതിന്, ലോകത്ത് ഹോമിയോപ്പതിയെ വീണ്ടും ഒരു നവോത്ഥാനത്തിലോട്ട് നയിക്കുന്നതിന് ഇന്ന് ലോകത്ത് നേതൃത്വം കൊടുക്കുന്നതിൽ മുന്നിൽ നിൽക്കുന്ന സംഘടനയാണ് ഇന്റർനാഷണൽ ഫോറം ഫോർ പ്രൊമോട്ടിംഗ് ഹോമിയോപ്പതി. കേരളീയരായ മലയാളികളായി നമുക്കതിൽ അഭിമാനം കൊള്ളാം. നമ്മളതിന് നേതൃത്വം കൊടുക്കുന്നു. അങ്ങനെ ഒരു പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കാനും അതിൽ നേതൃത്വം കൊടുത്തുകൊണ്ട് ലോകത്തിന് ഒരു പ്രകാശമായി വർത്തിക്കാനും മലയാളികളായി നമുക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും അഭിമാനകരമായ സംഗതിയാണ്. അത് തുടരുക തന്നെ ചെയ്യും. കേരളത്തിലും ഇന്ത്യയിലും ലോകത്തെമ്പാടും ഹോമിയോപ്പതിയുടെ ശബ്ദം മനുഷ്യരാശിക്ക് ഗുണകരമായി മാറുന്നതിന് എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കും. നമ്മുടെ ഏറ്റവും ബെസ്റ്റ് എഫേർട്ട് അതിനു വേണ്ടി എടുക്കും. നിങ്ങളുടെ എല്ലാ സഹകരണം അതിനുവേണ്ടി ഉണ്ടാകണം എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ അധ്യക്ഷ പ്രസംഗത്തെ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി ഷാജി കുര്യാടോ ഡോക്ടറെ. നമുക്കറിയാം കവടിയാർ കൊട്ടാരം അല്ലെങ്കിൽ തിരുവിതാംകൂർ രാജവംശത്തിന്റെ പ്രസക്തി എന്താണെന്നുള്ളതും, ഇന്ന് എന്തുകൊണ്ടാണ് കേരളം നമ്പർ 1 എന്ന് പലരും അഭിമാനത്തോടെ പറയുമ്പോൾ നമ്മൾ ആദരപൂർവ്വം നന്ദിയോടെ അനുസ്മരിക്കേണ്ട കുടുംബമാണ് കവടിയാർ തിരുവിതാംകൂർ രാജ കുടുംബം. തീർച്ചയായിട്ടും അതിന്റെ ഇപ്പം ദേശീയ അവാർഡുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പത്മ പുരസ്കാരം ലഭിച്ചു കഴിഞ്ഞു. അതുപോലെ നമ്മുടെ അതിഥിയായ പൂയം തിരുനാൾ ഗൗരി പാർവതിഭായ് തമ്പുരാട്ടിക്ക് ഫ്രാൻസിന്റെ പരമോന്നത സിവിലിയൻ അവാർഡ് ഷെവലിയർ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഫ്രാൻസും ഹോമിയോപ്പതിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, സാമുൽ ഹനുമാന്റെ ജീവിതത്തിൽ 2ാമത്തെ ഘട്ടം ജീവിതം നന്നായി ജീവിച്ചത് ശരിക്കും പറഞ്ഞാൽ ഫ്രാൻസിലാണെന്ന് നമ്മൾ പറയേണ്ടി വരും. അതുപോലെ തന്നെ ശാരദ ബോയ്റോൺ കമ്പനി അവർ ഇന്ത്യയിൽ വന്ന് മെഡിസിൻ ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനത്തിൽ ഫ്രാൻസ് ഗണ്യമായ സംഭാവന നൽകുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഇണക്ക് ഗണ്യമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് കൂടിയാണ് ബഹുമാനപ്പെട്ട തമ്പുരാട്ടിക്ക് ഈ ഒരു അവാർഡ് നൽകിയിരിക്കുന്ന അറിയുന്നു. എന്തായാലും ആദരപൂർവ്വം ശ്രീമതി ഗൗരി പാർവതി തമ്പുരാട്ടിയെ ഈ ചടങ്ങിന്റെ ഔപചാരിക ഉദ്ഘാടനം ചെയ്യാനായിട്ട് ക്ഷണിക്കുന്നു. താങ്ക് യു ഡോക്ടർ. നമസ്കാരം. ക്യാൻ യു ഹിയർ മീ? ഞാൻ ഇത് ആദ്യമായിട്ടാണ് ഫോണിൽ ചെയ്യുന്നത്. കേൾക്കാമോ? കമ്പ്യൂട്ടറിന് എന്തോ കുഴപ്പം പറ്റിയതുകൊണ്ട് ഫോണിൽ ചെയ്യുന്നത് ഇത് ആദ്യമായിട്ടാണ്. താങ്ക് യു വെരി മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ. ഇങ്ങനെ ഒരു സംഭവത്തിന് 1400 ദിവസം ഒരു മുടക്കമില്ലാതെ ഈ പ്രോഗ്രാം നടത്താൻ സാധിച്ചത് തന്നെ നിങ്ങളുടെ റെലവൻസ്, ഹോമിയോപ്പതിയുടെ റെലവൻസ് ഇന്ന് മനുഷ്യ ജീവിതത്തിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ്. ഞങ്ങൾ കുട്ടികളായിരുന്നപ്പോൾ ഹോമിയോപ്പതി എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ചെറിയ മധുരമായ ഗുളികകള്, അങ്ങനെ ഇതിനൊരു സീരിയസ്നെസ് ആരും അങ്ങനെ കൊടുത്തു കണ്ടില്ല. ഞാൻ തന്നെ കുറെ പ്രായമായിട്ടാണ് ഹോമിയോപ്പതിയിലേക്ക് അതെങ്ങനെ ബാക്കി എല്ലാം നോക്കി ഒന്നും ഫലിക്കുന്നില്ല എന്നാൽ എന്തും നോക്കാമെന്ന് പറഞ്ഞാണ് ഹോമിയോപ്പതിയിലേക്ക് ആദ്യം കടന്നത്.
അത് ഫാദർ മുള്ളേഴ്സ് ഹോസ്പിറ്റൽ മംഗലാപുരത്ത് ഡോക്ടർ ഡിസൂസ അങ്ങനെയാണ് ആദ്യമായിട്ട് മൈഗ്രെയിനു വേണ്ടി ചികിത്സയ്ക്ക് വേണ്ടി ഹോമിയോപ്പതിയുടെ അഭയം പ്രാപിച്ചത്. അത് കഴിഞ്ഞ് ഇവിടെ തന്നെ നമ്മുടെ പൂജപ്പുരയിലെ ഡോക്ടർ പാർത്ഥസാരഥി, ഡോക്ടർ ഹരികുമാർ, ഡോക്ടർ ഭാഗ്യലക്ഷ്മി ഹെർസെൽഫ്, എൻ്റെ ഹസ്ബൻഡിന്റെ ഫേവററ്റ് ഡോക്ടറാണ് ഡോക്ടർ ഭാഗ്യലക്ഷ്മി. ഇവരുടെ അടുത്തെല്ലാം പോയിട്ട് പിന്നെ ഹോമിയോപ്പതിക്ക് മറ്റേത് മാതിരി ആലോപ്പതി മാതിരി ഒരു ഗുളിക എടുത്ത് വായിൽ ഇട്ട് മുഴുങ്ങി കഴിഞ്ഞാൽ 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അതിന്റെ ഇഫക്റ്റ് വരുന്നത് അങ്ങനെ വരില്ല. എന്നാലും ഇതൊക്കെ ശാശ്വതമായിട്ടുള്ള ഫലം കിട്ടാനുള്ള ഒരു ചികിത്സയാണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. 2.5 വർഷം ഞാൻ ഹോമിയോപ്പതി കഴിച്ചു. അത് കഴിഞ്ഞിട്ടൊരു സാധാരണ തലവേദന പോലും വരാത്ത ഒരു നിങ്ങളുടെ ഒരു വിക്ടോറിയസ് പേഷ്യന്റ് ആണ് ഞാൻ. അത്ര എനിക്കതിൽ ഒരു സമാധാനവും സന്തോഷവും വിശ്വാസവും ഉണ്ട്. ഇപ്പൊ ഈ കോവിഡ് കാലത്ത് ഞങ്ങള് സ്ത്രീജനങ്ങള് ഈ പ്രിവെന്റീവ് വർക്ക് കഴിച്ചു. ഇവിടെ ബാക്കി എല്ലാവർക്കും കോവിഡ് വന്നിട്ട് ഞങ്ങൾക്ക് വന്നില്ല. മൈ സിസ്റ്റർ, മൈസെൽഫ് ആൻഡ് ദി 2 ഗ്രാൻഡ് ഡോട്ടേഴ്സ്. അതിൽ സ്ത്രീകളായതുകൊണ്ടാണോ വരാത്തത്? പക്ഷെ ഞങ്ങൾ ഹോമിയോപ്പതി പ്രിവെന്റീവ് കഴിച്ചു, ഞങ്ങൾക്കത് ഇതുവരെ വന്നില്ല. പിന്നെ ഇപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ജീവിത രീതിക്ക് ആർക്കും പേഷ്യൻസ് ഇല്ല, സമാധാനമില്ല. ഇന്ന് ഒരു മരുന്ന് കഴിച്ചാൽ അരമണിക്കൂറിനകം അതിന്റെ ഇഫക്റ്റ് കാണണം. അങ്ങനെ ആയുർവേദത്തിനും ഹോമിയോപ്പതിക്കൊക്കെ കുറച്ച് സാവകാശം വേണം. അപ്പൊ ഇഫ് യു ആർ പേഷ്യന്റ്, സമാധാനമായിട്ട് അവര് പറയുന്ന മാതിരി മരുന്ന് കഴിക്കാമെങ്കിൽ തീർച്ചയായിട്ടും ഇത് വളരെ ഉപകാരപ്രദമായ ഒരു ചികിത്സാ സമ്പ്രദായം തന്നെയാണ്. എൻ്റെ പൂർവികന്മാരുടെ കാലത്ത് ഹോമിയോപ്പതിക്ക് സ്റ്റേറ്റിൽ അംഗീകാരം കൊടുത്തു എന്നുള്ളതും വളരെ സന്തോഷത്തോടെ ഞാൻ ഓർക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യാൻ സാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഡോക്ടർമാര് എല്ലാ സിസ്റ്റംസും കൂടെ ഒന്നിച്ച് പഠിച്ച് അങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ ഒരാൾ ഒരു ലെറ്റസ് ബ്ലഡ് പ്രഷറിന് വേണ്ടി ആംലോഡിപ്പൈൻ കഴിക്കുന്നു. അപ്പൊ നമ്മൾ പണ്ടത്തെ കാലത്ത് വൈദ്യന്റെ ഒക്കെ ആംലോഡോപ്പിൻ എന്ന് പറഞ്ഞാൽ അവർക്ക് അതെന്താണെന്ന് അറിയില്ല. അപ്പൊ അതിന് കോൺട്രാ ഇൻഡിക്കേഷൻ ഉള്ള മരുന്നുകളായിരിക്കും ചിലപ്പോൾ കൊടുക്കുന്നത്. ഇപ്പം ഇതെല്ലാം അറിഞ്ഞ് മനസ്സിലാക്കി, പിന്നെ ഓഫ് കോഴ്സ് ദർ ഇസ് ദാറ്റ് ബിഗ് ഡോക്ടർ ഗൂഗിൾ, അങ്ങനെ ഗൂഗിളിലും കൂടെ വെച്ച് എല്ലാരും നമ്മൾ തന്നെ നോക്കുകയാണ് ഓരോരുത്തര്. എന്റെ സൂക്കേട് എന്തോന്ന്, അതിന് ഈ മരുന്ന് കഴിക്കാമോ, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ നോക്കി നമ്മൾ എല്ലാരും കൊച്ചു ഡോക്ടർമാരായിട്ട് ഇരിക്കുന്ന ഈ കാലത്ത് തീർച്ചയായിട്ടും സിസ്റ്റംസ് ഓഫ് മെഡിസിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. അത് നമ്മള് കുറച്ച് പേഷ്യന്റ് ആയിട്ട് സാവധാനമായിട്ട് സമാധാനത്തോടു കൂടി നമ്മൾ ഈ ഹോമിയോപ്പതി ചികിത്സാ രീതി സ്വീകരിക്കുകയാണെങ്കിൽ കൊച്ചു കുഞ്ഞുങ്ങൾക്കെന്നല്ല വലിയ ആളുകൾക്കും, പീപ്പിൾ ലൈക്ക് മീ, വി ആർ ഓൾ ഡൈനോസോർസ്. പണ്ടത്തെ ഇത് നോക്കുകയാണെങ്കിൽ നമുക്കൊക്കെ ഒരുപാട് പ്രായമായവരാണ്, എങ്കിലും ഞങ്ങൾക്കും വളരെയധികം ഗുണം കിട്ടുന്നുണ്ട് എന്നുള്ളത് സന്തോഷത്തോടെ ഓർക്കുന്നു. വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ് വി സെലിബ്രേറ്റ് ഓൾ ദി ഡോക്ടേഴ്സ്. ഇത് കൈകാര്യം ചെയ്യുന്ന എല്ലാ ഡോക്ടർമാരെയും സ്നേഹത്തോടെ സന്തോഷത്തോടെ ഞങ്ങൾ ഓർക്കുന്നു. നിങ്ങൾക്ക് ഇനിയും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കട്ടെ. ഇന്ന് ഡോക്ടേഴ്സ് ഡേയും കൂടെയാണ്. അപ്പൊ പണ്ട് നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങളായിരുന്ന കാലത്ത് സ്പെഷ്യലിസ്റ്റ് ഇല്ല, ഒരു ഡോക്ടർ തന്നെയാണ് കുഞ്ഞിനെ നോക്കാനും അമ്മൂമ്മയെ നോക്കാനും ഒക്കെ ഒരേ ഡോക്ടറാണ് അന്നത്തെ കാലത്ത്. അപ്പൊ അവർക്ക് നമ്മളെ പറ്റി സകല കാര്യങ്ങളും അറിയാം. അതുമാതിരിയാണ് ഈ ഹോമിയോപ്പതിയിൽ ഓരോ ചോദ്യങ്ങൾ ചോദിക്കാറില്ലേ? നിങ്ങളുടെ അമ്മൂമ്മ കൊച്ചു കുട്ടിയായിരുന്നപ്പോ അമ്മൂമ്മയ്ക്ക് എന്തോന്നായിരുന്നു ഇഷ്ടം, ഡിഡ് ഷി ലൈക്ക് പിക്കിൾസ് ഓർ ഡിഡ് ഷി ലൈക്ക് സ്വീറ്റ്സ്, ഇങ്ങനെയൊക്കെ ചോദിക്കും. അപ്പൊ തീർച്ചയായിട്ടും ഒരു ബാക്ക്ഗ്രൗണ്ട് മുഴുവനും നോക്കിയ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ് നിങ്ങൾക്കുള്ളത്. അതുമാതിരി അതിന്റെ ഇഫക്റ്റും അതുമാതിരിയാണ്. ബിക്കോസ് യു ആർ ട്രീറ്റിംഗ് ദി ഹോൾ പേഷ്യന്റ്, യു ആർ നോട്ട് ട്രീറ്റിംഗ് ഒരു അവയവം മാത്രം, ഇപ്പൊ കണ്ണ് മാത്രം അല്ലെങ്കിൽ വിരൽ മാത്രം, അങ്ങനെയല്ല നിങ്ങൾ ചികിത്സിക്കുന്നത്. നിങ്ങൾ ഒരു വ്യക്തിയെ ഒരു മനുഷ്യനായിട്ട് കണ്ട് അങ്ങനെയാണ് ചികിത്സിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അതിന്റെ ഗുണം നിലനിൽപ്പുള്ളതാണ്. പെട്ടെന്ന് ശരിയാവാൻ ഉള്ളതല്ലെങ്കിലും നിലനിൽപ്പുള്ള ഒരു ചികിത്സാ സമ്പ്രദായം തന്നെയാണ്. നിങ്ങൾക്ക് എല്ലാവിധമായ ഗുഡ് വിഷസും നേടുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്.
ഡോക്ടർ ഭാഗ്യലക്ഷ്മി ഷി വാസ് വെരി കൺസേൺഡ്. ഞാൻ സമയത്തിന് എത്തുമോ എന്ന്, ഞാൻ ഒരു സ്ഥലത്ത് ഒരു പ്രോഗ്രാമിനായിരുന്നു, സമയത്തിന് എത്തുമോ എന്ന് ഡോക്ടർ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് എന്റെ ഫോൺ ഗോട്ട് ഹങ്. ഫോൺ വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. പിന്നെ ഇവിടെ വന്നപ്പോൾ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നില്ല. ഇതൊക്കെ ആണെങ്കിലും എനിക്ക് നിങ്ങൾക്ക് എന്നെ കാണാമെന്ന് കരുതുന്നു. നിങ്ങൾ എന്നെ കണ്ടില്ലെങ്കിലും എന്റെ കുഴപ്പമൊന്നുമില്ല. എന്നാലും കാണാം. ശരി. ഐ വാണ്ട് ടു താങ്ക് ഓൾ ഓഫ് യു, all homeopathy doctors who have helped us, and I wish you all very successful continuation of this program. ഇത് നന്നായിട്ട് ഈ പ്രോഗ്രാം തുടർന്ന് പോട്ടെ, ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്രദമായിട്ട് വരട്ടെ. അപ്പൊ ഗ്രേറ്റ്ഫുൾ പേഷ്യൻസ് നിങ്ങളെ തീർച്ചയായിട്ടും അനുഗ്രഹിക്കും. ഭഗവാന്റെ അനുഗ്രഹവും ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള പേഷ്യൻസിന്റെ സുഖം പ്രാപിച്ച നിങ്ങളുടെ പേഷ്യൻസിന്റെ അനുഗ്രഹവും കൊണ്ട് തീർച്ചയായിട്ടും വളരെ നന്നായിട്ട് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകാൻ ഒക്കും എന്നുള്ളതിൽ യാതൊരു സന്തോഷവുമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നമസ്കാരം. ഒരുപാട് ഉദ്ഘാടനം നിർവഹിക്കണം. ഈ ഉദ്ഘാടനം ഞാൻ ഇങ്ങനെ ഉദ്ഘാടനങ്ങൾ വളരെ കുറച്ചേ നടത്തിയിട്ടുള്ളൂ. ഫോണിൽ കൂടെ ആദ്യത്തെ ഉദ്ഘാടനമാണ് അത്. ഈ 1400-ാം ദിവസത്തിന്റെ ഉദ്ഘാടനം നടത്തുന്നതിന് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഗോഡ് ബ്ലെസ് യു ആൾ. നന്ദി തമ്പുരാട്ടി. നമ്മൾ തിരുവനന്തപുരത്തെ കവടിയാർ റോഡിൽ കൂടെ പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഹൃദയത്തിൽ ആ ഒരു ഫീൽ ഉണ്ടാവും. ഇത്രയും മനോഹരമായ റോഡ് കേരളത്തിൽ ഇങ്ങ് ഉണ്ടാവില്ല. ഇന്ന് ഞാൻ പോയപ്പോഴും തീർച്ചയായിട്ടും ആലോചിച്ചത് തന്നെയാണ്. മാത്രമല്ല ഒരു പ്രത്യേകത കൂടിയുണ്ട്. ത്യജിച്ചുകൊണ്ട് ഭുജിക്കുക എന്നൊരു തത്വം 100% പാലിക്കുന്ന രാജവംശമായിരുന്നു തിരുവിതാംകൂർ രാജവംശം എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഹോമിയോപ്പതിക്ക് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഔപചാരികമായ അംഗീകാരം 1928 ശ്രീമൂലം പ്രജാസഭയിലാണ് കിട്ടിയത് എന്നുള്ള കാര്യം കൂടി നമ്മൾ ആദരപൂർവ്വം സ്മരിക്കാൻ ആഗ്രഹിക്കുന്നു. വളരെ നന്ദി. നമുക്ക് അടുത്തതായിട്ട് ആശംസാ പ്രസംഗങ്ങളാണ്. ജസ്റ്റിസ് ഹരിഹരൻ നായർ സർ ജോയിൻ ചെയ്തിട്ടില്ല. നമുക്ക് കോൺഗ്രസിന്റെ പ്രഗത്ഭ നേതാവും ഭാവിയിലെ മന്ത്രിയുമൊക്കെ ആവും നമ്മൾ പ്രതീക്ഷിക്കുന്ന ശ്രീമാൻ JS അഖിലിനെ ക്ഷണിക്കുകയാണ്. അൺമ്യൂട്ട് ചെയ്യണം. അൺമ്യൂട്ട് ചെയ്യേ. ഓക്കെ. നമസ്കാരം. എന്തായാലും ഞാൻ ഇന്ന് വളരെ വലിയ സന്തോഷത്തിലാണ്. പ്രത്യേകിച്ച് ഇന്ന് ഒരു ചെറിയൊരു എനിക്ക് വ്യക്തിപരമായി എന്റെ ജീവിതത്തിൽ ഒരു സന്തോഷം കൂടിയുണ്ട്. കാരണം ഇന്ന് എന്റെ പിറന്നാൾ ദിവസം കൂടിയാണ്. അത് ആ ദിവസമായ ഇന്ന് തന്നെ ബഹുമാനപ്പെട്ട ഞാൻ ഏറെ സ്നേഹിക്കുന്ന നമ്മുടെ തിരുവിതാംകൂർ കൊട്ടാരത്തിലെ ഏറെ പ്രിയപ്പെട്ട തമ്പുരാട്ടിക്കൊപ്പവും നിങ്ങൾ ഓരോരുത്തർക്കൊപ്പവും ചെലവഴിക്കാൻ കഴിഞ്ഞതിനുള്ള സന്തോഷം ആദ്യമേ അറിയിക്കുകയാണ്. എന്തായാലും ഞാന് ഒരു ഹോമിയോപ്പതിയുടെ ഒരു ആരാധകനാണ്. ഇവിടെ തമ്പുരാട്ടി പറഞ്ഞതുപോലെ തന്നെ എനിക്കും അസഹനീയമായ ഒരു ബ്രീത്തിങ് ഇഷ്യൂവും ഈ പറയുന്നത് പോലെ സ്നീസിംഗ് ഒക്കെ ഉണ്ടായിരുന്ന സമയത്തും ഞാന് ഹോമിയോപ്പതി ഇംഗ്ലീഷ് മെഡിസിൻ ഒത്തിരി നോക്കിയിട്ട് പോലും നടക്കാതെ അവസാനം ഹോമിയോപ്പതിയുടെ ഭാഗമായി തന്നെ ആ ചികിത്സയുടെ ഒരു ഫോളോ അപ്പിന്റെ ഭാഗമായി അവസാനം അത് പരിപൂർണമായി അത് ഒഴിവായി കിട്ടി. പരിപൂർണമായി ഇപ്പൊ ഓക്കെ ആയി നടക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാൻ ഏറെ വിശ്വാസപൂർവ്വം ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്ന നിങ്ങൾക്കൊപ്പം എക്കാലവും നിൽക്കുന്ന ഒരാൾ തന്നെയാണ്. കാരണം ഇപ്പൊ ഞാൻ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വളരെ സജീവമായി യൂത്ത് കോൺഗ്രസിലൂടെ KSUയിലൂടെ ഒക്കെ കടന്നു വന്ന ആളാണ്. ബഹുമാനായ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി അന്തരിച്ച ബഹുമാനായ ഉമ്മൻചാണ്ടി സാർ ഉൾപ്പെടെ ആളുകൾ എടുത്തിരുന്ന ഒരു എഫേർട്ട് ഉണ്ട്. പ്രത്യേകിച്ച് ഹോമിയോപ്പതി കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലൊക്കെ നടത്തേണ്ട ഒരു സംഭാവനയെ പറ്റി അദ്ദേഹം എടുത്തിരുന്ന ഇനിഷ്യേറ്റീവ് ഉണ്ട്. അത് അദ്ദേഹത്തിന്റെ മകൻ ഉൾപ്പെടെ ഇപ്പോഴത്തെ MLA ചാണ്ടി ഉമ്മൻ ഉൾപ്പെടെയുള്ള ആളുകൾ എന്നെ ഈ പരിപാടിയിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് ഞങ്ങളുടെ പ്രിയ സുഹൃത്തായിട്ടുള്ള കിരൺ ഉൾപ്പെടെയുള്ള ആളുകൾ അത്തരം കാര്യങ്ങൾ എടുത്തിരുന്ന ഒരു എഫേർട്ടും അതുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്ന ചർച്ചകളിലൊക്കെ പങ്കെടുത്തിരുന്ന അതിന്റെയൊക്കെ ഭാഗമായി നിങ്ങൾ ഒരാളായി തന്നെ പ്രവർത്തിച്ചിരുന്ന ഒരാളെന്നുള്ള നിലയിൽ ഞാൻ ഏറെ അഭിമാനം കൊള്ളുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഇന്ന് മാഡം പറഞ്ഞതുപോലെ 1400-ാം ദിവസമാണ്. ഈ ഹോമിയോപ്പതിയെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടെ താഴെത്തട്ടിൽ പുതിയ തലമുറയിലേക്ക് ഇറങ്ങി ചെല്ലണമെന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. പുതിയ തലമുറയ്ക്ക് എവിടെയോ ഹോമിയോപ്പതിയിലേക്ക് എത്തിപ്പെടാൻ കഴിയുന്നില്ല എന്നൊരു യാഥാർത്ഥ്യമാണ് എനിക്ക് നിങ്ങളുടെ മുന്നിലേക്ക് ആദ്യമായി ഉന്നയിക്കേണ്ട ഒരു കാര്യം. കാരണം എന്തുകൊണ്ടോ പുതിയ തലമുറ, നമ്മളിപ്പോ മാഡം പറഞ്ഞതുപോലെ തന്നെ, തമ്പുരാട്ടി പറഞ്ഞതുപോലെ തന്നെ, പുതിയ തലമുറ ഗൂഗിൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഈ പറയുന്നത് പോലെ സെർച്ച് ലിസ്റ്റിൽ ആദ്യമായി വരുന്നത് സ്വാഭാവികമായിട്ട് ഇംഗ്ലീഷ് മെഡിസിൻസ് ആണ്. അല്ലെങ്കിൽ എന്തെങ്കിലും പരിഹാരമായി അല്ലെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം വരുന്നത് ഏതെങ്കിലും ഇംഗ്ലീഷ് മെഡിസിൻസോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡോക്ടേഴ്സിന്റെ ഏതെങ്കിലുമൊക്കെ വീഡിയോസ് ഒക്കെയാണ് വരുന്നത്. അപ്പൊ കുറച്ചും കൂടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലേക്ക് ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റുന്ന തരത്തിലേക്കൊരു
ഒരു എന്തെങ്കിലുമൊക്കെ യൂട്യൂബ് ചാനൽസോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഡോക്ടേഴ്സിൻ്റെതായിട്ടുള്ള കുറച്ച് കാര്യക്ഷമമായിട്ടുള്ള ജനങ്ങളിലേക്ക് ആഴത്തിൽ ഇറങ്ങി ചെല്ലാൻ പറ്റുന്ന രീതിയിലോട്ടുള്ള ഒരു വീഡിയോസോ അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന എന്താ പറയേണ്ടത്, നമുക്കൊരു ആളിന് ഈ ഹോമിയോപ്പതിയിലേക്ക് ഒരു താല്പര്യം തോന്നുന്ന, നമുക്ക് ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ നമുക്ക് പരീക്ഷിക്കാൻ കഴിയുന്ന മരുന്നുകളെ കുറിച്ചൊക്കെ അവർക്ക് വേണ്ടിയിട്ടുള്ള അവബോധം കൊടുക്കുന്ന തരത്തിലേക്കുള്ള വീഡിയോസിലേക്കൊക്കെ ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട ഡോക്ടേഴ്സ് അവർക്കൊക്കെ അവരുടേതായ സാധ്യതകളെല്ലാം തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്നൊരു എളിയ അഭിപ്രായം എനിക്ക് ഇക്കാര്യത്തിലുണ്ട്. നിങ്ങളോട് ഒരു അഭ്യർത്ഥനയായി പറയാനുണ്ട്. കാരണം ഹോമിയോപ്പതിയെ പറ്റി പുതിയ തലമുറയിലേക്ക് നമ്മൾ ആഴത്തിലേക്ക് ചെല്ലേണ്ടത് അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ഞാൻ കണ്ടെത്തുന്ന ഒരു വലിയ വിലയിരുത്തൽ. അത് കാരണം നമ്മുടെ പുതിയ തലമുറയുമായിട്ടുള്ള ഒരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ അവർക്ക് കിട്ടേണ്ട പ്രോപ്പർ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു നോളജ് ഇതുമായി ബന്ധപ്പെട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ മറ്റ് വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ അവിടെ കൂടുതലായി കടന്നു കയറുകയും നമ്മളെയൊക്കെ സൈഡ് ലൈൻ ചെയ്യുന്ന തരത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പൊ അത്തരം കാര്യങ്ങളിലേക്ക് കുറച്ചും കൂടെ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നൊരു അഭിപ്രായം, ഒരു എളിയ അഭിപ്രായമായി തന്നെ അത് ഈ ഒരു ചർച്ചയിൽ അത് വിലയിരുത്തലായി തന്നെ എടുക്കണമെന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. എന്തായാലും മറ്റു കാര്യങ്ങളിലേക്ക് പറയുമ്പോൾ ഇന്നത്തെ ഈ ദിവസത്തിന്റെ ഒരു പ്രത്യേകത തന്നെ നമ്മൾ ഇത്തരം പാനലുകളിലേക്ക് ഇറങ്ങി ചെല്ലുകയും ഇത് അതുപോലെ തന്നെ ഗ്രാമങ്ങളിലേക്കും ഈ പറയുന്ന പോലെ ക്യാമ്പസുകളിലേക്കും ഒക്കെ നമ്മുടെ മെഡിക്കൽ ക്യാമ്പുകളായിട്ടും കുറച്ച് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ എങ്കിലും കുറച്ചും കൂടെ ആഴത്തിൽ അത്തരം പ്രവർത്തനങ്ങൾ ചെയ്താൽ വളരെ നന്നായിരിക്കും എന്നൊരു അഭിപ്രായം കൂടി. ഇത്തരം ചർച്ചകൾ വളരെ നല്ലതാണ്. ഇത്തരം ചർച്ചകൾ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ എന്ന പോലെ തന്നെ ഓഫ്ലൈൻ പ്ലാറ്റ്ഫോമുകളിലും ഈ പറയുന്ന പോലെ പ്രധാനപ്പെട്ട സെന്ററുകളിലും ഇതിന് താല്പര്യമുള്ള ആളുകളെ കൂടുതലായി കണ്ടെത്തി അതിന് ഈ നവമാധ്യമ സിസ്റ്റം ഒക്കെ ഉപയോഗിക്കാം. ഇപ്പോഴത്തെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഒക്കെ ഉപയോഗിച്ച് കുറെ ആളുകളെ ഇതിലേക്ക് ഒരു താല്പര്യം ഉണ്ടാക്കിയെടുത്ത് അവരെ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു പ്രക്രിയയിലേക്ക് കൂടി ഈ പറയുന്നത് പോലെ നമ്മുടെ ഈ ഹോമിയോപ്പതി ഈ സംഘടന അതിന് നേതൃത്വം കൊടുക്കണമെന്നൊരു അഭ്യർത്ഥന കൂടി എനിക്കുണ്ട്. എന്തായാലും ഇതിന്റെ ഭാഗമായി ഒരു വാക്ക് ഇന്നത്തെ ദിവസം സംസാരിക്കാൻ കഴിഞ്ഞതിൽ ഉള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. എല്ലാ കാലത്തും ഈ പറയുന്നത് പോലെ നമ്മൾ ഒരു യുവജന വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന് ഒരു പാർട്ടിയുടെ KPCC അംഗമായി ഇരിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ തന്നെ ഞാൻ വളരെ വ്യക്തമായി തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ കഴിയാവുന്നത് പോലെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങൾക്കും വളരെ ആത്മാർത്ഥമായി നിങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്നൊരു ഉറപ്പുകൂടി ഈ അവസരത്തിൽ നൽകിക്കൊണ്ട് നിർത്തുന്നു. എന്തായാലും ഇതിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകൾക്കും ഒറ്റവാക്കിൽ ആശംസകൾ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി ശ്രീമാൻ അഖിൽ. നമുക്കറിയാം ശ്രീമാൻ നമ്മുടെ വയലാർ രാമവർമ്മ എഴുതിയതുപോലെ സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. അതാണ് ഹോമിയോപ്പതി. മണ്ണിലും മിണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവം ഉണ്ടെങ്കിൽ ഈ മണ്ണിലും മിണ്ണിലും തൂണിലും തുരുമ്പിൽ നിന്നും ഹോമിയോപ്പതി മരുന്ന് ഉണ്ടാക്കാൻ കഴിയും എന്നുള്ള ഒരു അത്ഭുത വിധി കൂടി നമ്മൾ വഹിക്കുന്നവരാണ്. അടുത്തതായിട്ട് നമ്മുടെ ആദരണീയായ ഭാഗ്യലക്ഷ്മി ഡോക്ടറെ ആശംസകൾ പറയാൻ വിളിക്കുകയാണ്. ഡോക്ടർ ഭാഗ്യലക്ഷ്മി. നമസ്കാരം. എല്ലാവർക്കും എന്റെ നമസ്കാരം. നമ്മുടെ ISPHന്റെ ഈ 1400ാമത്തെ അൺഇൻറ്ററപ്റ്റഡ് വെബിനാറില് നമ്മുടെ തമ്പുരാട്ടി എത്തിപ്പെട്ടതിൽ നമ്മൾ ഇന്ന് ഏറെ എന്റെ പേര് പോലെ തന്നെ ഭാഗ്യം നിറഞ്ഞിരിക്കുന്ന ഒരു സദസ്സാണിത്. നമുക്ക് ഏറ്റവും എന്താ പറയാ, എനിക്ക് സന്തോഷം കൊണ്ട് മനസ്സ് ഒന്നും പറയാൻ പറ്റുന്നില്ല. ഇന്ന് ഉണ്ടാവത്തില്ല. ഞാൻ ആദ്യം എനിക്കൊരു ചെറിയ പെശക് പറ്റി. ഇന്നലെയാണ് നമ്മുടെ ഇത് 1400ാം ദിനമെന്ന് പറഞ്ഞ് ഞാൻ തമ്പുരാട്ടിയുടെ അടുത്ത് പറയും. തമ്പുരാട്ടി വളരെ സന്തോഷം എന്നോട് പ്രകടിപ്പിച്ച് അത് വരാമെന്ന് പറഞ്ഞു. പിറ്റേന്നാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന് എന്റെ കണക്കുകൂട്ടൽ തെറ്റിപ്പോയല്ലോ, ഇന്നാണല്ലോ, അപ്പൊ ഡോക്ടേഴ്സ് ഡേയും ആണ്. ഞാനപ്പം വളരെ സങ്കടത്തോടുകൂടി ഞാൻ തമ്പുരാട്ടിയുടെ അടുത്ത് പറഞ്ഞു, അയ്യോ ഇങ്ങനെയാണ്. അപ്പം പെട്ടെന്ന് പറഞ്ഞു, എനിക്ക് 1-2 പ്രോഗ്രാംസ് അന്നുണ്ട്, ഞാൻ അങ്ങ് എത്തിപ്പെടുമോ എന്ന് എനിക്കറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ പറഞ്ഞു വീട്ടിലെത്തി കഴിഞ്ഞിട്ട് മതിയല്ലോ, അപ്പം അതുകൊണ്ട് ഞാൻ 9 മണിക്ക് മുമ്പ് തീർച്ചയായിട്ടും എത്താം. അങ്ങനെ എത്തി ഇവിടെ വന്ന് ഞങ്ങളുടെ ഈ സംരംഭത്തിൽ ഞങ്ങളുടെ ഉദ്ഘാടകയായതിന് വളരെ 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 സന്തോഷം. ഞാൻ എന്താ പറയാ, ഹൃദയപൂർവമായ നന്ദി ആദ്യം അറിയിക്കട്ടെ. ഞാൻ പിന്നെ നമുക്ക് ഹോമിയോപ്പതിയുടെ വളർച്ചയ്ക്ക് നമ്മൾ പറഞ്ഞ പോലെ കുടിൽ മുതൽ കൊട്ടാരം വരെ എന്നുള്ള ആ ഒരു
ഇത് നമുക്കിപ്പം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായല്ലോ. നമ്മുടെ തമ്പുരാട്ടിയും നമ്മുടെ പിന്നെ ഇത് ഈ അവരെല്ലാവരും ഹോമിയോപ്പതിയുടെ ഉപഭോക്താക്കളാണെന്ന് കേൾക്കുന്നതിൽ വളരെ സന്തോഷം. തമ്പുരാട്ടി എന്ന് പറഞ്ഞ പോലെ എല്ലാവർക്കും അത് വളരെ നമ്മള് ഹോളിസ്റ്റിക് ആയിട്ടുള്ള രീതിയിൽ പിന്നെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന അതിന്റെ ഒരു ക്രെഡിറ്റ് ഹോമിയോപ്പതിക്ക് മാത്രമുള്ള ഒരിതാണ്. നമ്മളതെല്ലാവരും നമ്മുടെ ഈ ഒരു സിസ്റ്റം ഇപ്പോൾ നേരിടുന്ന, തമ്പുരാട്ടിക്ക് അറിയില്ലായിരിക്കാം, ഇപ്പോൾ നമ്മുടെ കേരള ഗവൺമെന്റ് ഒരു പബ്ലിക് ഹെൽത്ത് ബില്ല് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനകത്ത് ഒരുപാട് അപകടങ്ങൾ പതിയിരിക്കുകയാണ്. ഹോമിയോപ്പതിയെ എങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ള ഒരു ഇത് അതിനകത്തുണ്ട്. അതിനുവേണ്ടി ഞങ്ങൾ ഒരുപാട് ശ്രമിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇനിയും വിളിക്കും. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒപ്പം എന്നും ഉണ്ടാകും എന്നുള്ള ഒരു വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ ഈ ISPH എന്ന് പറയുന്ന ഈ ഒരു സംഘടന കോവിഡ് സമയത്ത് ആണ് ഇതുണ്ടായത്. അന്ന് മുതൽ ഇന്ന് വരെ ഹോമിയോപ്പതിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഇതിലെ ഈ പ്രവർത്തകര് അവരോടൊപ്പം ഒരു ചെറിയ ഇതായിട്ട് ഞാനും കൂടെ ഉണ്ട്. എങ്കിലും ഞാൻ അതിനകത്തൊന്നുമല്ല. ഇതിന്റെ ഭാരവാഹികളെല്ലാം ഒരുപാട് അവര് പ്രാക്ടീസും കാര്യങ്ങളും മാറ്റിവെച്ച് ഇതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹോമിയോപ്പതിയുടെ ഉന്നമനം അത് നമ്മുടെ നാട്ടിനും ഹോമിയോപ്പതി ഞങ്ങൾ ഹോമിയോ ഡോക്ടേഴ്സിന് മാത്രമല്ല അതുകൊണ്ടുള്ള പ്രയോജനം കൂടുതലും സാധാരണക്കാരായ ജനങ്ങൾക്ക്, അവർക്ക് സാമ്പത്തികമായിട്ടും പിന്നെ ഒരുവിധം പിടിച്ചു നിൽക്കാനൊക്കെ. ഇപ്പോൾ ഒരു കോവിഡിന്റെ സമയത്ത് തന്നെ ഒരു കോവിഡ് വന്ന ഒരു ഹോസ്പിറ്റലിലേക്ക് ആയി കഴിഞ്ഞാൽ എങ്ങനെ പോയാലും ഒരു 2 ലക്ഷം 3 ലക്ഷം 4 ലക്ഷം കൊടുത്തിട്ട് ഡെഡ് ബോഡി തിരിച്ചു കൊണ്ടുവരുന്ന അവസ്ഥയിൽ ഞങ്ങൾ വെറും 1000 രൂപയുടെ അകത്തുള്ള മെഡിസിൻസ് കൊണ്ട് പേഷ്യൻസിന് വളരെ ബുദ്ധിമുട്ടിക്കാതെ വളരെ പെട്ടെന്ന് ഞങ്ങൾക്ക് പിന്നെ സ്വാതന്ത്ര്യം കൊടുക്കാൻ കഴിഞ്ഞു. അത് നാട്ടുകാർക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു പ്രതിഭാസമാണ് ഇപ്പോഴത്തെ ബില്ലെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. ഇതിങ്ങനെ മുന്നോട്ട് പോയാൽ പിന്നെ ഈ മാഫിയകൾക്ക്, അതായത് മരുന്ന് കമ്പനികൾക്ക് അത് വളരെ ദൂഷ്യം ഉണ്ടാക്കുമെന്ന് അവർ മനസ്സിലാക്കിക്കൊണ്ട് അവർ ആ രീതിയിൽ ഇതിനെ എങ്ങനെ ഇല്ലാതാക്കാം, വേൾഡ് വൈഡ് ഇത് ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. അപ്പം ഈ സമയത്ത് നമ്മൾ എല്ലാവരും ഒരേപോലെ രാഷ്ട്രീയം മറന്നിത് മുന്നോട്ട് പിന്നെ അതായത് പറഞ്ഞാൽ കുടിൽ മുതൽ കൊട്ടാരം വരെയുള്ള സാധാരണ ജനങ്ങൾ ഇതിനെതിരെ നിന്നാൽ മാത്രമേ നമുക്കതിൽ നിന്ന് രക്ഷ നേടാനൊക്കെ ഉള്ളൂ. എല്ലാവരുടെയും ഒരു സഹകരണം നോക്കുന്നു. അതിൽ ഞാൻ തമ്പുരാട്ടിയോട് ഇപ്പൊ ഒന്നുകൂടെ അഭ്യർത്ഥിക്കുകയാണ്, എന്ത് കാര്യത്തിലായാലും തമ്പുരാട്ടി ഒന്ന് ഞങ്ങളുടെയൊക്കെ ഒപ്പം ഉണ്ടാകുമെന്ന് പൂർണ്ണമായിട്ട് ഉറപ്പുണ്ട്. അതാണല്ലോ വിളിച്ചപ്പോ ഉടനെ തന്നെ ഞാൻ വരാം, ഒരു ഒബ്ജക്ഷനും പറയാതെ വന്നു. എനിക്ക് നമുക്ക് ഈ സദസ് ധന്യമാക്കി തന്നു. അതിന് ആദ്യം ഞാൻ നന്ദി പറയുന്നു. എന്നെ ആശംസ പറയാനാണ് വിളിച്ചിരിക്കുന്നത്. IFBHകാരുടെ എല്ലാവിധ ആശംസകൾ. അവരെ ഓരോ ആൾക്കാരും പിന്നെ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എൻ്റെ ആശംസ. നമ്മൾ ഇനിയും ഇത് പൂർവാധികം ഭംഗിയായിട്ട് മുന്നോട്ട് പോകാൻ ഇടവരട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയോടുകൂടി ഞാൻ ഡോക്ടർ മ്യൂട്ടാണ്. ഡോക്ടർ മ്യൂട്ടായി പോയി. ഓക്കെ, ശരി. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടെ എൻ്റെ ആശംസകൾ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. ആദരണീയായ പൂയന്തിരുന്നാൾ ഗൗരി പാർവതി ഭായ് തമ്പുരാട്ടി വന്നു എന്ന് മാത്രമല്ല, വന്നു കണ്ടു കീഴടക്കി എന്ന് പറയേണ്ടി വരും. നമുക്ക് ഇനി പരിപാടിയുടെ ഭാഗമായിട്ട് പ്രത്യേകിച്ചും കവടിയാർ കൊട്ടാരത്തിന് പാട്ടുകളോട് വളരെ ബന്ധമുണ്ട്. നമുക്കറിയാം, പുതിയ തലമുറയിൽപ്പെട്ട പലരും പാട്ടുകാരായിട്ടുണ്ട്. രാമവർമ്മ, അദ്ദേഹം നല്ലൊരു കച്ചേരി നടത്തുന്ന ആളാണ്, വളരെ പ്രഗത്ഭരായ സംഗീതത്തിനുണ്ട്. ഇതെല്ലാം നമ്മൾ പൊതുജനങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് കൂടി അറിയിച്ചുകൊണ്ട് നമ്മുടെ നാരീശക്തിക്കാണുള്ള പ്രധാനം ഡോക്ടർ അജിനെ ക്ഷണിക്കുകയാണ്. ഡോക്ടർ അജിനി. പാട്ട് പാടാനോ? അതെ, തീർച്ചയായും. ഓൾറൗണ്ടർ. ഓക്കെ. അയ്യോ. തിരുമഞ്ജുളാലിന്റെ തണലിൽ ഞാൻ നിൽക്കുമ്പോൾ തളരുന്നതില്ലെന്റെ തരളഗാത്രം. ആരുടെ ലൈനെ എനിക്കറിയത്തുള്ളൂ. ഇനി വേറെ എന്തെങ്കിലും.
അല്ലെങ്കിൽ ആലോചിച്ച് വെച്ചിട്ട് അടുത്ത പാട്ടിലേക്ക് നമുക്ക് വരാം. കാരണം സ്ത്രീകളെ ആദ്യം വിളിക്കണമല്ലോ, അതാ ഡോക്ടറെ വിളിച്ചത്. നമുക്ക് ഡോക്ടർ സുനിൽകുമാറിലേക്ക് പോയിട്ട് വരാം. ഡോക്ടർ സുനിൽകുമാർ. താങ്ക് യു. ഞാനൊരു ഇന്നിപ്പോ വൈകുന്നേരം ആയപ്പോൾ ഒരു പനിയും കുളിരും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. തൊണ്ടയിൽ ഇറിറ്റേഷൻ. അപ്പൊ ഞാൻ ഒരു പാട്ട് നേരത്തെ പറഞ്ഞിരുന്നല്ലേ, അതുകൊണ്ട് പാടാം. പാതിരാവായില്ല പൗർണമി കന്യയ്ക്ക് 17-18 പ്രായം. മൂവന്തി പൊയ്കയിൽ മുങ്ങി നീരാടി പാവാട മാറ്റിയ പ്രായം. പാതിരാവായില്ല പൗർണമി കന്യയ്ക്ക് 17-18 പ്രായം. താരക കണ്ണെഴുതി വിണ്ണിലെ തൂവെള്ള താമര പൂവൊന്നു ചൂടി. താരക കണ്ണെഴുതി വിണ്ണിലെ തൂവെള്ള താമര പൂവൊന്നു ചൂടി. വെൺമുകിൽ തൂവാല തുന്നിയിരിക്കുന്നു കണ്ണിൽ കവിതയുമായി. കണ്ണിൽ കവിതയുമായി. പാതിരാവായില്ല പൗർണമി കന്യയ്ക്ക് 17-18 പ്രായം. മണിവീണ കമ്പിയെ ചുംബിച്ചുണർത്തുന്ന മലരണി കൈവിരൽ പോലെ. മണിവീണ കമ്പിയെ ചുംബിച്ചുണർത്തുന്ന മലരണി കൈവിരൽ പോലെ. ഹൃദയത്തിൽ തന്ത്രികൾ തട്ടിയുണർത്തുന്നു അനുരാഗ സുന്ദര സ്വപ്നം. അനുരാഗ സുന്ദര സ്വപ്നം. പാതിരാവായില്ല പൗർണമി കന്യയ്ക്ക് 17-18 പ്രായം. മൂവന്തി പൊയ്കയിൽ മുങ്ങി നീരാടി പാവാട മാറ്റിയ പ്രായം. താങ്ക് യു. വളരെ വശ്യസുന്ദരമായി പഴയ പാട്ടുകൾ പാടാൻ ഡോക്ടർ സുനിൽകുമാറിന്റെ കഴിവിനെ അഭിനന്ദിക്കുന്നു. നമുക്ക് അടുത്തതായി നല്ലൊരു ഗായകൻ ഡോക്ടർ ദിലീപ് ചന്ദ്രനെ ക്ഷണിക്കുകയാണ്. ഡോക്ടർ ദിലീപ്. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വളരെ പ്രത്യേകതയുള്ള ദിവസമാണ്. നമ്മുടെ 1400-ാമത്തെ എപ്പിസോഡ്. വളരെ വലിയൊരു ജേർണി ആയിരുന്നു UPH നടത്തിയത്. അഭിനന്ദനങ്ങൾ എല്ലാവർക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ ഡോക്ടേഴ്സ് ഡേ ആണ്. അതിനേക്കാളൊക്കെ ഉപരി നമ്മുടെ തമ്പുരാട്ടി കൂടി പങ്കെടുക്കുന്ന ഒരു മീറ്റിംഗ് ആണ്. ഞാൻ സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ടോ? തമ്പുരാട്ടി കൂടി പങ്കെടുക്കുന്ന ഒരു മീറ്റിംഗ് ആണ്. അപ്പോൾ തമ്പുരാട്ടിയുടെ മുമ്പിൽ ഒരു പാട്ട് പാടാൻ അവസരം കിട്ടിയതിൽ വളരെയധികം സന്തോഷം. അത് ഈ പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിച്ച മനോജ് ഡോക്ടറെ പ്രത്യേകം ഞാൻ നന്ദി പറയുന്നു. അതോടൊപ്പം നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കളും നമ്മുടെ ശൈല ഡോക്ടറൊക്കെ ഉണ്ട് ഇതില്. എനിക്കറിയാവുന്ന ഒരുപാട് പേരിലുണ്ട്. ഓരോരുത്തരുടെയും പേരെടുത്ത് പറയുന്നില്ല. അപ്പൊ നമുക്ക് ഈ ഗാനത്തിലേക്ക് ഒന്ന് കിടക്കാം. സുനിൽ ഡോക്ടർ പോയെന്ന് തോന്നുന്നില്ലേ? സുനിൽ ഡോക്ടർ നല്ല പാട്ടായിരുന്നു. നന്നായി. താങ്ക് യു. അപ്പൊ ഞാനൊരു ചെറിയൊരു കരോക്കെ കൂടി ഇട്ടങ്ങ് പാടാം. ഇന്നത്തെ ഡോക്ടേഴ്സ് ഡേ ഒക്കെ അല്ലേ? ഓക്കെ അല്ലേ? കുഴപ്പമില്ല. ഞാൻ ഓഡിയോയിൽ അങ്ങനെ കേൾപ്പിക്കാം. പറ്റുമെന്ന് അറിയില്ല, നോക്കാം. കേൾക്കാൻ സാധിക്കുന്നുണ്ട്?
പവിഴം പോ പവിഴാധരം പോ പനിനീർ പൊന്മുകുളം പോ പവിഴം പോ പവിഴാധരം പോ പനിനീർ പൊന്മുകുളം പോ പുതുശോഭയും നിറമുന്തിരിനി മുഖസൗരഭമോ പകരുന്നു പവിഴം പോ പവിഴാധരം പോ പനിനീർ പൊന്മുകുളം പോ മാതളങ്ങൾ തളിർ ചൂടിയില്ലേ കതിർപാൽ മണികൾ കണമാർന്നതില്ലേ മതഗോജനമാർന്നിണപ്രാക്കളില്ലേ മാതളങ്ങൾ തളിർ ചൂടിയില്ലേ കതിർപാൽ മണികൾ കണമാർന്നതില്ലേ മതഗോജനമാർന്നിണപ്രാക്കളില്ലേ പുലർവേളകളിൽ വയലേലകളിൽ കണി കണ്ടുവരാ കുളിർ ചൂടിവരാ പവിഴം പൂ പവിഴാധരം പൂ പനിനീർ പൊന്മുകുളം പൂ നിന്നനുരാഗമിതൻ സിരയിൽ സുഖഗന്ധമേഴും മതിരാസവമാ ഇളമാനിന നിൻ കുളിർമാറി സഖി നിന്നനുരാഗമിതൻ സിരയിൽ സുഖഗന്ധമേഴും മതിരാസവമാ ഇളമാനില കുളിർമാറി സഖി തളരാദ്രമിതാ തല ചായ്ക്കുകയാ വരു സുന്ദരിയും മലശൈലിൽ പവിഴം പൂ പവിഴാധരം പൂ പനിനീർ പൊന്മുകുളം പൂ പുതുശോഭയും നിറമുന്തിരി മുഖസൗരഭമോ പകരുന്നു പവിഴം പൂ പവിഴാധരം പൂ പനിനീർ പൊന്മുകുളം പൂ പുതുശോഭയും നിറമുന്തിരി മുഖസൗരഭമോ പകരുന്നു പവിഴം പൂ പവിഴാധരം പൂ പനിനീർ പൊന്മുകുളം പൂ നന്ദി. അതെ, പവിഴം പോലത്തെ ഒരു പാട്ടായിരുന്നു. വളരെ നന്നായി. ദിലീപ് ഡോക്ടർ പേഷ്യന്റ് ഇടയിൽ ഇരിക്കുകയായിരുന്നു. മുമ്പ് പാടാൻ നേരത്തെ രണ്ടുപേർ പെട്ടെന്ന് പിന്മാറിയപ്പോൾ ദിലീപ് ഡോക്ടറെ കൊണ്ടുവന്നത് ഭംഗിയായിട്ട് പാടി ഡോക്ടറെ. അനുഗ്രഹീത കലാകാരൻ, യാതൊരു സംശയമില്ല. അടുത്തൊരു കലാകാരൻ വരുന്നുണ്ട്, ഡോക്ടർ ഗോപകുമാർ. കേൾക്കാമോ? തീർച്ചയായും. ലാസ്റ്റ് മൊമെന്റിൽ ഓടിക്കേറി വന്നതാണ്. എല്ലാവർക്കും ആശംസകൾ, ഡോക്ടേഴ്സ് ഡേ ആശംസകൾ, നമ്മൾ 1400-ാം ദിന ആശംസകൾ. കേൾക്കാമോ?
ക്ലിയർ ആണോ? കേൾക്കാം. ഓക്കെ 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 കേൾക്കാം ഡോക്ടർ. ഓക്കെ. ഒരു പഴയ ഗാനം, ലോട്ടറി ടിക്കറ്റ് എന്ന ഫിലിമിലെ ദക്ഷിണാമൂർത്തി, ശ്രീകുമാരൻ തമ്പി, ദാസേട്ടൻ ടീമിന്റെ. മനോഹരി നിൻ മനോരഥത്തിൽ മലരോടു മലർത്തൂവും മണിമഞ്ചത്തേരിൽ മയങ്ങുന്ന മണിവർണ്ണനാരോ. മനോഹരി നിൻ മനോരഥത്തിൽ മലരോടു മലത്തൂവും മണിമഞ്ചത്തേരിൽ മയങ്ങുന്ന മണിവർണ്ണനാരോ. ആരാധകനാണോ ഈ ആരാധകനാണോ. മനോഹരി നിൻ മനോരഥത്തിൽ മലരോടു മലർത്തൂവും മണിമഞ്ചത്തേരിൽ മയങ്ങുന്ന മണിവർണ്ണനാരോ. ആരാധകനാണോ ഈ ആരാധകനാണോ. ഹൃദയവതീ നിൻ മധുരവനത്തിലെ മലർവാടമൊരു വട്ടം തുറക്കുകയില്ലേ. അറിയാതെ പൊഴിയുന്ന മധുകണമെങ്കിലും നുകരുവാൻ അനുവാദം തരികയില്ലേ. ആധരദലപുടം നീ വിടർത്തിടുമ്പോൾ ആധരദലപുടം നീ വിടർത്തിടുമ്പോൾ അതിലൊരു ശലഭമായി ഞാനമരും. മനോഹരി നിൻ മനോരഥത്തിൽ മലരോടു മലത്തൂവും മണിമഞ്ചത്തേരിൽ മയങ്ങുന്ന മണിവർണ്ണനാരോ. ആരാധകനാണോ ഈ ആരാധകനാണോ. പ്രണയമയീ ആ പ്രണയമയീ നിന്റെ മണിമുത്തു വീണയിലെ സ്വരരാഗ കന്യകളെ ഉണർത്തുകില്ലേ. അനുരാഗ മധുമാരി ചൊരിയുമാ സുന്ദരിമാർ അനുഗനാമെൻ കരളിൽ പടർന്നിറങ്ങും. ഒരു സ്വപ്നമങ്ങനെ വിടർന്നിടുമ്പോൾ ഒരു സ്വപ്നമങ്ങനെ വിടർന്നിടുമ്പോൾ ഒരു യുഗജേതാവായി ഞാൻ വളരും. മനോഹരി നിൻ മനോരഥത്തിൽ മലരോടു മലർത്തൂവും മണിമഞ്ചത്തേരിൽ മയങ്ങുന്ന മണിവർണ്ണനാരോ. ആരാധകനാണോ ഈ ആരാധകനാണോ. താങ്ക് യു. നന്ദി. മനോഹരമായ മനോരഥം പോലെ ഉണ്ടായിരുന്നു ഗോപകുമാർ ഡോക്ടർ പാട്ട്. നമ്മുടെ അജിൻ ഡോക്ടർ റെഡി ആയിട്ടുണ്ടോ? റെഡിയാണോ? അത് കഴിഞ്ഞ് സുജയ ഡോക്ടറിലേക്ക് വരാം. അജിൻ ഡോക്ടറെ. റെഡിയാണ്. മുഴുവൻ പാടൂല കേട്ടോ എന്തായാലും. കുഴപ്പമില്ല. കരോക്കെ കിട്ടില്ല ഡോക്ടറെ. കരോക്കെ കിട്ടില്ല. കിട്ടുന്നില്ല. കുഴപ്പമില്ല. ഒട്ടും കേൾക്കുന്നില്ല. അരുമ സഹിത നഗര
കേക്കുന്നില്ല കേക്കുന്നില്ല കേട്ടില്ല അവസാനം. കരയൊക്കെ ഓഫ് ചെയ്തിട്ട് പഠിക്കും. ഓക്കെ ഓക്കെ. വൈശാഖസന്ധി നിൻ ചുണ്ടിലെന്തേ അരുമ സഖിതൻ അതര കാന്തിയോ ഓമനേ പറയൂ നീ വിണ്ണിൽ നിന്നും പാറി വന്ന സാഫല്യമേ ഞാൻ തപസിരുന്നു ഒന്നു കാണുവാൻ കഴിഞ്ഞ കാലം കൊഴിഞ്ഞ സുമം ഒരു യുഗം ഞാൻ തപസിരുന്നു ഒന്നു കാണുവാൻ കഴിഞ്ഞ കാലം കൊഴിഞ്ഞ സുമം ഉണർന്നു പ്രാണനിൽ നീ പ്രാണനായി നീ ഉണർന്നു ലാവണ്യമേ വൈശാഖസന്ധി നിൻ ചുണ്ടിലെന്തേ അരുമ സഖിതൻ അതര കാന്തിയോ സൂര്യാംശോരോ വയൽ പൂവിലും വൈരം പതിക്കുന്നോ താങ്ക് യു. ഓക്കെ, തീർച്ചയായിട്ടും പാടാനുള്ള ക്ഷമയൊന്നും. ആദ്യത്തെ പാട്ട് കേട്ടപ്പോൾ നമ്മൾ അബ്ദുൽ സലാം സാറിന്റെ മനസ്സിലൂടെ കടന്നുപോയി കാണും. സമയം നദി പിറകോട്ടൊഴുകി സംഭവമല്ലുകൾ വിരിഞ്ഞു വീണ്ടും. സാറ് ഗൾഫിൽ പോയ ആളാണ്, പ്രവാസിയാണ്. നമുക്ക് അടുത്ത ഡോക്ടർ സുജേതയിലേക്ക് പോവാം. ഡോക്ടർ സുജേത, അത് കഴിഞ്ഞ് ചന്ദ്രമോഹൻ ഡോക്ടർ നിർത്താം. ഓക്കെ. ശബ്ദം ഇച്ചിരി ഇതായിട്ടിരിക്കുകയാണ്, എന്നാലും കുറെ ശ്രമിക്കാം. മറഞ്ഞിരുന്നാലും മനസ്സിന്റെ കണ്ണിൽ മലരായി വിടരുന്നേ. മറഞ്ഞിരുന്നാലും മനസ്സിന്റെ കണ്ണിൽ മലരായി വിടരുന്നേ. ഒളിഞ്ഞിരുന്നാലും കരളിലെ ഇരുളിൽ വിളക്കായി തെളിയുന്നേ. മറഞ്ഞിരുന്നാലും മനസ്സിന്റെ കണ്ണിൽ മലരായി വിടരുന്നേ. മൃതസഞ്ജീവനി നീ എനിക്കരുളി ജീവനിലുണർന്നു സായുജ്യം. മൃതസഞ്ജീവൻ നീ എനിക്കരുളി ജീവനിലുണർന്നു സായുജ്യം. തുടികൾ വിടർന്നു പവിഴമുണർന്നു ഉലകമുണർന്നു ലഹരിയുണർന്നു. മറഞ്ഞിരുന്നാലും മനസ്സിന്റെ കണ്ണിൽ മലരായി വിടരുന്നേ. കൺമണി നിനക്കായി ജീവിതവനിയിൽ കരളിൻ തന്ത്രിക നീട്ടും ഞാൻ. കൺമണി നിനക്കായി ജീവിതവനിയിൽ കരളിൻ തന്ത്രിക നീട്ടും ഞാൻ. മിഴികൾ വിടർന്നു ഹൃദയമുണർന്നു കഥനമറിഞ്ഞു കവിത നുകർന്നു. മറഞ്ഞിരുന്നാലും മനസ്സിന്റെ കണ്ണിൽ മലരായി വിടരുന്നേ. ഒളിഞ്ഞിരുന്നാലും കരളിലെ ഇരുളിൽ വിളക്കായി തെളിയുന്നേ. മറഞ്ഞിരുന്നാലും മനസ്സിന്റെ കണ്ണിൽ മലരായി
വിടരുന്നേ. നമസ്തേ. അദ്ദേഹം അറിഞ്ഞിരുന്ന ശബ്ദം ഡോക്ടറെ തൊണ്ടയിലൂടെ പുറത്തു വന്നപ്പോൾ മലരായി തന്നെ വിരിഞ്ഞു. നമുക്ക് ചന്ദ്രമോഹൻ ഡോക്ടറെ ക്ഷണിക്കാം. ചന്ദ്രമോഹൻ ഡോക്ടറെ, എന്റെ 75-ാമത്തെ വയസ്സിലേക്ക് ഇത് പാടാൻ പറ്റിയത് ഇന്ന് എന്റെ പിറന്നാൾ. അപ്പൊ ഒരു മമ്മൂട്ടിയായിട്ട് പരിഗണിക്കാം. അതെ അതെ, മമ്മൂട്ടിയായിട്ട്. എന്റെ ഡാഡിയുടെ ജൂനിയർ ആണ്, ഡാഡിയുടെ പാട്ടായിരുന്നു. ശരിയാ ഓർക്കുന്നുണ്ട്. ചന്ദ്രമോഹൻ ഡോക്ടറെ. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. സുപ്രഭാതം 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 സുപ്രഭാതം. നീലഗിരിയുടെ സഖികളെ, ജ്വാലാമുഖികളെ, ജ്യോതിർമയാം ഉഷസിന് വെളിച്ചാമരം വീശും മേഘങ്ങളെ, സുപ്രഭാതം സുപ്രഭാതം സുപ്രഭാതം. അഞ്ജനക്കല്ലുകൾ മിനുക്കിയടുക്കി അഖിലാണ്ടമണ്ഡല ശില്പി, അഞ്ജനക്കല്ലുകൾ മിനുക്കിയടുക്കി അഖിലാണ്ടമണ്ഡല ശില്പി, പണിഞ്ഞിട്ടും പണിഞ്ഞിട്ടും പണി തീരാത്തൊരു പ്രപഞ്ചമന്ദിരമേ, നിന്റെ നാലുകെട്ടിൻ്റെ പടിപ്പുരമുറ്റത്ത് ഞാൻ എൻ്റെ മുറി കൂടി പണിച്ചോട്ടെ. ആഹാഹാ ഓഹോ ആഹാഹാ. നീലഗിരിയുടെ സഖികളെ, ജ്വാലാമുഖികളെ, ജ്യോതിർമയാം ഉഷസിന് വെളിച്ചാമരം വീശും മേഘങ്ങളെ, സുപ്രഭാതം സുപ്രഭാതം സുപ്രഭാതം. 1000 താമരത്തളിരുകൾ വിടത്തി അരയന്നങ്ങളെ വളർത്തി, 1000 താമരത്തളിരുകൾ വിടത്തി അരയന്നങ്ങളെ വളർത്തി, പ്രപഞ്ചവും കുളിക്കാനിറങ്ങിയ വനസരോവരമേ, നിന്റെ നീലവാർമുടി ചുരുളിന്റെ അറ്റത്ത് ഞാൻ എൻ്റെ പൂക്കോടി ചൂടിച്ചോട്ടെ. ആഹാഹാ ഓഹോ ആഹാഹാ. നീലഗിരിയുടെ സഖികളെ, ജ്വാലാമുഖികളെ, ജ്യോതിർമയാം ഉഷസിന് വെളിച്ചാമരം വീശും മേഘങ്ങളെ, സുപ്രഭാതം സുപ്രഭാതം സുപ്രഭാതം. താങ്ക് യു. നന്ദി. അതെ, 1400-ാം ദിവസത്തെ പരിപാടിയുടെ നീല മുടിച്ചുരുളിൽ സാറിന്റെ ഒരു പൂ കൂടി ചൂടിച്ചു. നമുക്ക് പരിപാടി അവസാനിപ്പിക്കാൻ സമയമാകുന്നു. ഡോക്ടർ ഷൈലയെ നന്ദി പറയാൻ ക്ഷണിക്കുന്നു. നന്ദി ഡോക്ടർ മനോജ്. നമ്മുടെ 1400-ാം വെബ് പരമ്പരയുടെ ആഘോഷത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്ന ഈ സമയത്ത് എല്ലാ ഡോക്ടേഴ്സിനും ഒരു ഡോക്ടേഴ്സ് ഡേ ആശംസിക്കുന്നു. അതുപോലെ എല്ലാവർക്കും 1400-ാം ദിന ആശംസകളും നേരുന്നു. അപ്പൊ ഇന്ന് നന്ദി പറയുക എന്നും സ്വാഗതമാണ്. ഇന്ന് നന്ദി പറയുക എന്നുള്ള കർത്തവ്യവുമാണ് എനിക്കുള്ളത്. ഇന്ന് അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കേണ്ടിയിരുന്നത് നമ്മുടെ ബഹുമാന്യനായ പ്രസിഡന്റ് ഡോക്ടർ ഇസ്മായിൽ സേഠ് സാർ ആയിരുന്നു. സാറിന് എന്തോ സുഖമില്ലാത്തതിനാൽ വരാൻ പറ്റിയില്ല. എന്നാലും സാറിനെ ഈ അവസരത്തിൽ നമുക്ക് സ്മരിക്കാതിരിക്കാൻ കഴിയില്ല. എന്തായാലും സാറിന് വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
ആ സ്ഥാനം ഇന്ന് അലങ്കരിച്ചത് നമ്മുടെ വൈസ് പ്രസിഡന്റ് കൂടിയായ ഡോക്ടർ ഷാജി കുടിയാട്ടാണ്. ഇന്ന് ഈ അധ്യക്ഷ സ്ഥാനം തരുന്നുകൊണ്ട് നമുക്ക് ഒരു ചെറിയ അധ്യക്ഷ പ്രസംഗം നടത്തുകയും തുടക്കം മുതൽ ഒടുക്കം വരെ ഇതിൽ പങ്കെടുക്കുകയും ചെയ്ത ഡോക്ടർ ഷാജി കുടിയാട്ടിന് IFPHന്റെ പേരിലും എൻ്റെ പേരിലുമുള്ള നന്ദി അറിയിക്കുന്നു. അടുത്തത് ഇന്ന് നമ്മുടെ ഈ 1400-ാം ദിന ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്യാനെത്തിയ നമ്മുടെ ശ്രീമതി പൂയം തിരുനാൾ ഗൗരി പാർവതി പായി തമ്പുരാട്ടിയാണ്. മാഡത്തിന്റെ പ്രസൻസ് കൊണ്ട് തന്നെ നമ്മുടെ ഈ വേദി ഇന്ന് വളരെ ധന്യമായി. തമ്പുരാട്ടി എത്തിയപ്പോൾ തന്നെ ഞാൻ ഒരുപാട് രാജതലമുറയിലുള്ള ഒത്തിരി പേര് പുറകോട്ട് പോയി. അവസാനം നാട് നീങ്ങിയ രാജരാജവർമ്മ, നമ്മുടെ ശ്രീ ചിത്തിരതിരുനാൾ രാജാവ്, ഇവരുടെ എല്ലാം ആ കാലത്തിലോട്ടും ഒക്കെ പോയി. എന്തായാലും വളരെ സന്തോഷം തോന്നി. ചിലപ്പോഴെങ്കിലും നമ്മളൊന്ന് ഓർക്കാറുണ്ട്, രാജഭരണമായിരുന്നില്ലേ ഇതിലും നല്ലതെന്ന് തോന്നിപ്പോകുന്ന ചില നിമിഷങ്ങൾ സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും നമുക്ക് അവരെ മറക്കാൻ കഴിയുകയില്ല. ഇങ്ങനെ ഒരു നമ്മുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയും നമുക്ക് ഈ മുഹൂർത്തങ്ങൾ ധന്യമാക്കി തരികയും ചെയ്ത പൂയം തിരുനാൾ ഗൗരി പാർവതി ഭായി തമ്പുരാട്ടിക്ക് IFPHന്റെ പേരിലുള്ള വളരെ ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി ജസ്റ്റിസ് ഹരിഹരൻ നായർ സാറാണ്. ആശംസ പറയാനായി നമുക്ക് എത്തും എന്ന് പ്രതീക്ഷിച്ചത്. എന്തോ അസൗകര്യം കൊണ്ട് അദ്ദേഹത്തിന് എത്തിച്ചേരാൻ പറ്റിയില്ല. എങ്കിലും IFPHന്റെയും എന്റെയും പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഇനി നന്ദി പറയാനുള്ളത് അഡ്വക്കേറ്റ് JS അഖിൽ സാറിനാണ്. അദ്ദേഹവും തുടക്കം മുതലേ നമ്മൾ കൃത്യസമയത്ത് തന്നെ ഇതിൽ പങ്കെടുക്കുകയും നമുക്ക് പ്രചോദനം ചെയ്യുന്ന ഒത്തിരി വാക്കുകൾ സംസാരിക്കുകയും ചെയ്തു. അദ്ദേഹത്തിനും IFPHന്റെയും എന്റെയും പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അതുകൂടാതെ നമ്മുടെ തമ്പുരാട്ടി ഇതിൽ പങ്കെടുക്കുവാൻ കാരണഭൂതയായിട്ടുള്ള ഭാഗ്യലക്ഷ്മി മാഡം, മാഡത്തിനെയും ഞാൻ വളരെ ആദരപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു. ഇനി നന്ദി പറയുവാനുള്ളത് നമ്മുടെ ആദ്യം പ്രാർത്ഥന പാടിയ ഡോക്ടറുണ്ട്. ഡോക്ടർക്ക് നന്ദി പറയുന്നു. അതുപോലെ സ്വാഗതം ആശംസിച്ച നമ്മുടെ ശ്രീമതി ജിതിയാണ്. എപ്പോഴും വളരെ ചിരിച്ച മുഖവുമായിട്ട് എല്ലാ പരിപാടിയിലും പങ്കെടുക്കുകയും നമ്മുടെ IFPHന് വേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തുകയും ചെയ്യുന്ന ശ്രീമതി ജിതിക്ക് IFPHന്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലുമുള്ള നന്ദി അറിയിക്കുന്നു. കൂടാതെ അടുത്തത് നമ്മുടെ മോഡറേറ്ററാണ്. മോഡറേറ്റർ എന്താണ് കർമ്മശ്രേഷ്ഠ പുരസ്കാരമൊക്കെ വാങ്ങിച്ചിട്ട് ഇരിക്കുന്ന സന്തോഷമുള്ള അവസരമാണ്. വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഇതുപോലുള്ള സ്പെഷ്യൽ പ്രോഗ്രാമുകളെല്ലാം സംഘടിപ്പിക്കുവാൻ വളരെ താല്പര്യം കാണിക്കുകയും ഗായകരെയൊക്കെ നമ്മുടെ ഹോമിയോപ്പതിയിലുള്ള ഗായകരെ എല്ലാം വിളിച്ച് നമ്മുടെ രംഗത്ത് കൊണ്ടുവരികയും അവരെ കൊണ്ട് പാട്ട് പാടിക്കുകയൊക്കെ ചെയ്യുന്നതിന് വളരെയധികം ശ്രമം നടത്തുന്നുണ്ട്. എന്തായാലും ഡോക്ടർ GS മനോജിനും IFPHന്റെ പേരിലും എൻ്റെ പേരിലുമുള്ള നന്ദി അറിയിക്കുന്നു. അടുത്തതായി നമുക്കിന്ന് വളരെ മനോഹരമായ കുറച്ച് പാട്ടുകൾ പാടിത്തന്ന ഡോക്ടർ സുനിൽ കുമാർ, ഞങ്ങൾ നേരത്തെ സംഘടനയിലെ പാട്ടുകാരായിരുന്നു. സുനിൽ ഡോക്ടറും ഒക്കെ അപ്പൊ അന്ന് കണ്ടതാണ്. പിന്നെ എല്ലാ പരിപാടിയൊക്കെ നമ്മുടെ IFPHന്റെ പരിപാടിയൊക്കെ എല്ലാം വന്ന് പാട്ട് പാടുന്നുണ്ട്. സുനിൽ കുമാർ ഡോക്ടർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. ദിലീപ് ചന്ദ്രൻ ഡോക്ടർ അതുപോലെ തന്നെ വളരെ നല്ല പാട്ടുകളാണ് ദിലീപ് ചന്ദ്രൻ ഡോക്ടറും നമുക്ക് സമ്മാനിച്ചത്. പിന്നെ നമ്മുടെ ഡോക്ടർ ഗോപകുമാർ അതുപോലെ തന്നെ ചന്ദ്രമോഹൻ ഡോക്ടർ, എല്ലാവർക്കും പാട്ട് പാടിയ എല്ലാവർക്കും സുജേത 75-ാം വയസ്സിലും ജന്മദിനമായിട്ട് വന്ന് നമുക്ക് പാട്ട് പാടിത്തന്ന വളരെ മനോഹരമായിട്ട് പാടിയ ഡോക്ടർ സുജേതയ്ക്കും എല്ലാവർക്കും, കൂടാതെ IFPH ഈ 1400 അത് പാടി കംപ്ലീറ്റ് ചെയ്താലേ പറയൂ. എന്നാലും ഒരു പ്രോത്സാഹനം എന്നുള്ള രീതിയിൽ ഡോക്ടർ രജനിക്ക് നന്ദി പറയുന്നു. കണ്ട നോക്ക്
അതുപോലെ തന്നെ നമ്മുടെ ഈ IFPH 1400 എപ്പിസോഡ് എത്തിച്ച ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എന്താണ് നമ്മുടെ ധനേഷ് ഡോക്ടർ, ഹ്യൂബർട്ട് ഡോക്ടർ, അതുപോലെ തന്നെ അനിൽകുമാർ ഡോക്ടർ, അതുപോലെ നമ്മുടെ പുതിയ സെക്രട്ടറി, അതുപോലെ നമ്മുടെ അഭ്യുദയകാംക്ഷികൾ എല്ലാവർക്കും, അതുപോലെ ഇന്ന് വേദിയിൽ ഉണ്ടായിരുന്ന എല്ലാ ഡോക്ടേഴ്സിനും, പുതിയ സെക്രട്ടറിയുടെ പേര് പറയണം കേട്ടോ. പുതിയ സെക്രട്ടറിയുടെ പേര് കിരൺ ചന്ദ്. ഇന്നിവിടെ ഉണ്ടായിരുന്നല്ലോ, ഇപ്പോഴും ഉണ്ട്. പിന്നെ അതുപോലെ നമ്മളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അബ്ദുൽ സലാം സാറ്, സലാഹുദ്ദീൻ സാറ്, എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ്. എല്ലാവർക്കും IFPHന്റെ പേരുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഇനി അഥവാ ആർക്കെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്കും കൂടി ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ നന്ദി പ്രസംഗം അവസാനം. അപ്പൊ ഒരു കാര്യം ഓർമ്മിക്കുന്നത്, കരയുന്ന കുഞ്ഞിന് നന്ദിയും കിട്ടുള്ളൂ എന്നുള്ള മനസ്സിലായി. അത് തന്നെ കണ്ട. നരേഷ് ഡോക്ടറെ വിളിക്കാം. നരേഷ് ഡോക്ടറെ എന്താ പറയാനുള്ളത്? ധനേഷ് ഡോക്ടർ എന്തോ പറയാനായിട്ട് കരയുന്നുണ്ട് അവിടെ കൈ നോക്കിയിട്ട്. ഗംഭീര പരിപാടിയായിരുന്നു. നാളെ ഇതിന്റെ തുടർച്ചയായിട്ട് നാളെ നമ്മുടെ ഡോക്ടേഴ്സിന്റെ സെലിബ്രേഷന്റെ പരിപാടിയാണ് വെച്ചിരിക്കുന്നത്. ഇതേപോലെ തന്നെ പരിപാടി നാളെ ആവർത്തിക്കുന്നതായിരിക്കും. അപ്പൊ കലാകാരന്മാരെല്ലാവരും തയ്യാറായിരിക്കുക. ആ സമയം കിട്ടുമെങ്കിൽ നമുക്ക് മാക്സിമം പേർക്ക് പാടാനുള്ള അവസരവും അണിയിച്ചൊരുക്കുന്നുണ്ട്. സാറേ, ഇതുവരെ നമ്മുടെ അഖിൽ സാറ് ഇവിടെ ഹൈക്കോർട്ടിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അഡ്വക്കേറ്റുമാണ്. ഇത്രയും തിരക്കിലും ഇത്രയും സമയം നമ്മുടെ കൂടെ ഇരുന്ന് സാറിന് പ്രത്യേക ഇത് പറയേണ്ടതാണ്. താങ്ക് യു. ഞാൻ വേറൊന്നുമല്ല, ഞാൻ നിങ്ങളുടെ വളരെ മനോഹരമായ പാട്ടുകളും നിങ്ങളുടെ സൗഹൃദവും ഒക്കെ സത്യം പറഞ്ഞാൽ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നൊരു അല്പം ഫ്രീ ആയിരുന്നു, കാരണം ഞാൻ ഈ പിറന്നാളായതുകൊണ്ട് ഞാൻ വലിയ യാത്രകളൊന്നും ഇല്ലാതെ കുറച്ചു നേരം ഫാമിലിയോടൊന്ന് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിലുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഞാൻ വളരെ ഹാപ്പിയാണ്, ഞാൻ വളരെ സന്തോഷമാണ്. ഇനിയും നിങ്ങളോട് കൂടി അസോസിയേറ്റ് ചെയ്ത് പല കാര്യങ്ങൾക്കും നിങ്ങളോടൊപ്പം സഹകരിക്കണമെന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹവും നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാണ്. ബർത്ത്ഡേ വിഷസ് കൊടുക്കണ്ടേ നമുക്ക്? ഹാപ്പി വേണം ബർത്ത്ഡേ to you. ഹാപ്പി Thank you. ബർത്ത്ഡേ to you. ഹാപ്പി Thank you. ലോങ് ലൈഫ് ടു യു. ഹാപ്പി ലോങ് ലൈഫ് ടു യു. Thank you. Thank you. Thank you. ഇപ്പൊ വളരെ കിരൺ ചന്ദും ഉണ്ടായിരുന്നു. കിരൺ ചന്ദും പ്രത്യേകം ഒരു ഹാപ്പി ബർത്ത്ഡേയും താങ്ക്സും പറയണേന്ന് പറഞ്ഞിട്ടുണ്ട്. ഡ്യൂട്ടിയിലായിരിക്കും, അതായിരിക്കും ഫോട്ടോ കാണിക്കാത്ത. ഡ്യൂട്ടിയിലായോണ്ടാണ് ഇപ്പം അത് ഇതിനകത്തുണ്ട്. പറഞ്ഞ പോലെ സമയതീരത്തിൽ ബന്ധനമുണ്ട്. നമുക്ക് നിർത്താൻ സമയമായി. ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കലും നന്ദി പറഞ്ഞുകൊണ്ട് ശുഭരാത്രി, ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുഡ് നൈറ്റ്. ഡോക്ടർക്ക് ഒരു ഹാപ്പി ബർത്ത്ഡേ.